ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സോയാബീൻ റോസ്റ്റാണ്. അതായത് നമ്മുടെ ഈ ബീഫൊക്കെ വെക്കുന്ന അതേപോലെ സോയാബീൻ റോസ്റ്റ് വെക്കുന്നത്. അതിനാദ്യം സോയാബീൻ തിളപ്പിക്കണം, നല്ല അടുപ്പിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ ആ തിളപ്പിച്ചത് നിങ്ങളെ കാണിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് അതൊരു കുറച്ച് പച്ചവെള്ളത്തിലിട്ടൊരു 5-6 വട്ടം നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പം നമ്മൾ മുറിക്കാം കേട്ടോ, വലിയ പീസൊക്കെ ആണെങ്കിൽ മുറിച്ചിടാം. അപ്പോൾ അതിനകത്തെല്ലാം മസാല പിടിക്കത്തുള്ളൂ. അപ്പോൾ നല്ല പിഴിഞ്ഞ് വെള്ളം കളഞ്ഞ് ഒരു 5-6 വട്ടം കഴുകിയെടുക്കാവേ. എന്നിട്ട് അതിലോട്ട് ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയും അതുപോലെ തന്നെ ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ചിട്ട് നല്ല തിരുമ്മി, നല്ല നമ്മൾ ചിക്കനൊക്കെ ഇങ്ങനെ മസാലയൊക്കെ പുരട്ടി വെക്കത്തില്ലേ, അതുപോലെ ഇതും സെയിം അതുപോലെ തന്നെ വെച്ച് മാറ്റി വെക്കാം. എന്നിട്ട് 2 സവോള, നമ്മുടെ ഒരു തക്കാളി, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു പച്ചമുളക് എരിവുള്ളതാട്ടോ. അതെല്ലാം ഇങ്ങനെ മുറിച്ച് വെക്കുക. സവോളയാണെങ്കിൽ നല്ല സ്ലൈസായിട്ട് വേണം മുറിക്കാനേ. നല്ല അങ്ങനെ ഞാൻ മുറിച്ചേക്കുന്നത്, നന്നായിട്ട് തീരെ ചെറുതാക്കിയാണ് മുറിച്ചേക്കുന്നത്, അത് വാടാൻ എളുപ്പത്തിന്. പിന്നെ കുറച്ച് തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടുവാണെങ്കിൽ അത്രയും നല്ലത്. എനിക്ക് ചതയ്ക്കാൻ പറ്റാഞ്ഞുകൊണ്ട് ഞാൻ ചതച്ചില്ല. പച്ചമുളകും മുറിച്ച് വെച്ചു. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തേങ്ങാക്കൊത്ത്, കറിവേപ്പിലൊക്കെ ഇടാം. എനിക്ക് ഈ സംഭവം ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അത് പിന്നെ നമ്മളൊരു പാനിലോട്ട് എണ്ണ ഒഴിച്ച് കടുകിട്ട് അത് കഴിയുമ്പോഴത്തേനും കുറച്ച് അരിഞ്ഞ് വെച്ചേക്കുന്ന സവോളയും പച്ചമുളകും കൂടി ഇടാം. വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് കുറച്ച് കഴിഞ്ഞിടാം കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതങ്ങ് മുരിഞ്ഞങ്ങ് പോകണ്ട, നമുക്കതിൻ്റെ ഒരു ഇച്ചിരി ഒരു ടേസ്റ്റ് കൂടി, ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ ഉപ്പിട്ട് ഉള്ളി വാടാനായിട്ട്. എന്നിട്ട് അതിലോട്ട് അരിഞ്ഞ് വെച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഉള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കും. എന്നിട്ട് പിന്നെ വാട്ടി ഉള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ട് വാടിക്കഴിയുമ്പം അരിഞ്ഞ് വെച്ച് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് നല്ല ഇതൊക്കെ നന്നായിട്ടൊന്ന് വാട്ടി എടുക്കണം. ആ തക്കാളിയെല്ലാം ഫുള്ളെല്ലാം നല്ല വാടിക്കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പം നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. അതായത് ഞാൻ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ട് എരിവുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടേക്കുന്നത്, എരിവില്ലാത്ത മുളക് പൊടി ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പം എന്നിട്ട് നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ അതനുസരിച്ചിട്ടിടാം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന സോയാബീൻ എടുത്ത് അതിലോട്ട് ഇട്ടിട്ട് അത് മൊത്തത്തിൽ അങ്ങിട്ട് അത് നല്ല മിക്സ് ചെയ്തെടുക്കുക. നല്ല ആ മസാല നമ്മൾ എല്ലാം കൂടെ അതിൽ പിടിക്കുന്ന പോലെ നന്നായിട്ട് നല്ല പോലെ ഇളക്കണം കേട്ടോ. നന്നായി ഇളക്കിയിട്ട് ശേഷം നമ്മൾ കുറച്ച് ഗരം മസാല, അതുപോലെ തന്നെ കുരുമുളക് പൊടി നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാം കേട്ടോ. കുരുമുളക് പൊടി ടേസ്റ്റ് ഇച്ചിരി നിൽക്കുവാണെങ്കിൽ നല്ലതാണ്. പക്ഷേ എനിക്കിപ്പോൾ കൊച്ചിന് കൊടുക്കണമുണ്ട്, ഞാൻ ഒരുപാട് എരിവിട്ടിട്ടില്ല, ആവശ്യത്തിന് മാത്രം. എന്നിട്ട് അടച്ച് വെക്കുക. പക്ഷേ അടച്ച് വെച്ചപ്പോൾ തന്നെ കണ്ടാൽ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചില്ല. അതിനകത്ത് നിന്ന് ഞാൻ ആവിയെല്ലാം കൂടി ചേർന്ന വെള്ളം ഇറങ്ങി അതിൽ നിന്ന്. എന്നിട്ടത് ഓൾറെഡി വെന്തതായതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഒത്തിരി വെള്ളം ഒഴിച്ച് വെക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ വേവിച്ചെടുത്ത് നല്ല ഇളക്കി, നല്ല ഒന്ന് ഇളക്കി എല്ലാം കൂടെ ആക്കുക. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു 10 മിനിറ്റോളം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മൾ ആ എണ്ണ ഒഴിച്ച് കൊടുത്ത് ഇളക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ നല്ല ബീഫ് ഫ്രൈ ഇല്ലേ, അതുപോലെ ആകും. അപ്പം നമുക്കതുപോലെ ഇളക്കി കൊടുത്തിരിക്കാം. അങ്ങനെ ഞാൻ കുറേ നേരം ഇളക്കിയതിന് ശേഷമാണ് ഈ ഒരു ഇതിൽ കിട്ടിയത്. ഞാൻ ഇച്ചിരി കൂടെ ഇത് കുറച്ചാട്ടോ എടുത്തത്, കാരണം കുഞ്ഞിന് കഴിക്കണം, പിന്നെ നമുക്ക് ചോറിന് കഴിക്കാനൊക്കെ അല്ലേ. അപ്പോൾ ഒരു ഇച്ചിരി ഇത് ഇരുന്നോട്ടേന്ന് കരുതിയിട്ട് നല്ല ഫ്രൈ ആക്കിയില്ല. എന്നിട്ട് കഴിച്ച് നോക്കും, അടിപൊളി ടേസ്റ്റായിരുന്നു, നല്ല രുചിയായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.